Assalamualaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കൊക്കെ തിളങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ, ബട്ടർഫ്ലൈ ചിക്കൻ. ഇത് കാണാനുള്ള മുഞ്ചൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തത് എല്ലില്ലാത്ത ചിക്കൻ ഇതേപോലെ ചെറുതായി കട്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് കട്ടാക്കുമ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യുക കേട്ടോ. ഞാൻ ഈ സൈസിലാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. മസാല എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മളെ ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുങ്ങനെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് വിനാഗിരി എങ്കിൽ വിനാഗിരി യൂസ് ആക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ കേട്ടോ. ഞാൻ ചെറുനാരങ്ങ നീരാണ് യൂസ് ആക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂടി ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. കൂടി യൂസ് ആക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ തൈരില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ആക്കാത്തത്. ഈ ചിക്കൻ നമുക്ക് ഇതേപോലെയാണ് കുഴച്ചിട്ട് എടുക്കേണ്ടത്. ഇത് നമുക്ക് മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും വെക്കണം. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ജാസ്തി വെച്ചോട്ടോ, ഒരു 1 hour 2 hour വെച്ചോട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്കിതിന് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ഈ രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിതിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ മടക്കി നോക്കിയാൽ ഇങ്ങനെ മടങ്ങുന്ന രീതിയിലാവണം കേട്ടോ ഉരുളക്കിഴങ്ങ് കട്ടാക്കി എടുക്കേണ്ടത്. അതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കോൺഫ്ലവർ കലക്കിയിട്ട് ഉപ്പിട്ടിട്ട് കലക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാം കേട്ടോ. കുറച്ച് ടൈം ഇട്ട് വെക്കാം. ഉരുളക്കിഴങ്ങിൽ നമുക്ക് ഉപ്പും പിടിക്കും, നമുക്ക് എണ്ണയിലിടുമ്പോൾ നല്ലൊരു ക്രിസ്പ് കിട്ടും കേട്ടോ ഈ ഉരുളക്കിഴങ്ങ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുക്കി വെക്കുന്നത്. 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ഇളക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. കാരണം അതിൻ്റെ പിന്നെ കോൺഫ്ലവറൊക്കെ താഴെ ഊർന്ന് പോയിക്കുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഇളക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു പീസ് ചിക്കൻ വെച്ചിട്ട് സെൻറ്ററിലായിട്ട് നമുക്ക് ടൂത്ത് പിക്കോ പിന്നെ ഈർക്കിളി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈർക്കിളി എന്ത് യൂസ് ആക്കുക കേട്ടോ, ഒന്ന് കുത്തി കൊടുക്കലാണ്. ഉരുളക്കിഴങ്ങിലും ചിക്കനിലും ജോയിൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്കത് കറക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കൂടെ കുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള ചിക്കനൊക്കെ ഇതേപോലെ ഉരുളക്കിഴങ്ങിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തിയിട്ട് എടുക്കലാണ്. ഇനി ഞാൻ ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടിയും ഓയിലും അടുപ്പത്ത് വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഇതൊന്ന് എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. കാരണം നമ്മൾ ചിക്കൻ വെന്തിക്കില്ലല്ലോ, അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മൊരിപ്പിച്ചിട്ട് എടുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഏകദേശം ആയിക്കേ ചിക്കൻ പൊരിയാൻ വെച്ചിട്ട്. ഇനി നമുക്കിത് എടുക്കാം കേട്ടോ. നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്